പിന്നെ ഈ ഒരു പുസ്തകത്തിൽ അതായത് നമ്മളൊക്കെ ഇങ്ങനെ നടന്ന് 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 കുറേ കാലം കഴിയുമ്പം എത്തുന്നൊരു സംഭവമുണ്ട്. ഇപ്പോഴേ അത് ആ ഒരു ചിത്രം നമ്മളെ മനസ്സിൽ എന്തായിരിക്കും അത് എന്നുള്ളതൊരു ഒരു 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 എന്താ പറയുക, ഒരു പേടി പോലെ ഉണ്ട്. അതായത് വാർദ്ധക്യം. മനസ്സിങ്ങനെ ഇങ്ങോട്ടുണ്ടത്രേ, എന്നാലും നടന്ന് നടന്ന് എല്ലാവരും എത്തുന്ന ഒരു സംഭവം തന്നെയാണ് വാർദ്ധക്യത്തിലേക്ക്. അപ്പോൾ ലേഖ ചെറുപ്പാണ്. ലേഖ ഇത്രയും മനോഹരമായി വാർദ്ധക്യം ബാധിച്ച ആൾക്കാരെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് ഇത്രയും മനോഹരമായി എഴുതാനുണ്ടായ കാരണം ഒന്ന് വിശദാക്കുക. വാർദ്ധക്യത്തെക്കുറിച്ച് എഴുതാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്രവാസികൾ വർഷത്തിലൊരിക്കലാണ് പ്രധാനമായിട്ടും നാട്ടിൽ പോകാറുള്ളത്. ഞങ്ങൾ മക്കളുടെ വെക്കേഷൻ വരുമ്പോഴാണ് നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോകുമ്പോഴാണ് നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരും പ്രായമായവരാണ്. അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓരോ വീടുകളിലും എത്തുമ്പോൾ, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്, എല്ലാ വീടുകളിലും മെജോറിറ്റി വീടുകളിലും അച്ഛനമ്മമാർ തനിച്ചേ ഉണ്ടാവുള്ളൂ. ചിലർ ഒരുപാട് പ്രായമെത്തിയവരാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ കാണാൻ ഇറങ്ങി വരുന്നത് അത് ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. അവിടെ എവിടെയൊക്കെ ഒന്ന് പിടിച്ച് മെല്ലെ മെല്ലെ ഇറങ്ങി വന്ന് വീടിനകത്തും ആകെ ഒരു മരുന്നിൻ്റെ സ്മെല്ലാണോ പഴകിയ മണമാണോ അങ്ങനെയൊക്കെ അത് എന്നെ വല്ലാതെ ഒരു ദിവസം ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അങ്ങനെ ഒരു വീട്ടിൽ കയറി ചെന്നതും അത് ആ ഒരു കാഴ്ച സഹിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ ഓരോ വീടുകളിലും ഇതുപോലെയൊക്കെയാണ്, ചെറിയ ഏറ്റക്കുറച്ചിലും ഉണ്ടാകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചയിൽ നിന്നാണ് ഈ വാർദ്ധക്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അവർക്കും ചില മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ചിലർ ഇപ്പം നമ്മൾ തന്നെ പറയും, ഇത്രയും വർഷമായിട്ട് ഞാൻ ശീലിച്ചു വന്ന സ്വഭാവങ്ങളാണ്, മാറ്റാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് മാറ്റാൻ, നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും, പക്ഷെ ആ വിചാരം വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്കെങ്ങനെ മാറാൻ കഴിയും, നമുക്ക് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ളത്. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്നതാണ്. നമ്മളും മാറണം, സാഹചര്യത്തിനനുസരിച്ച് നമ്മളും മാറണം. നമുക്ക് ചുറ്റുമുള്ളവരും നമുക്കനുസരിച്ച് എന്താണ് ചെയ്ത് തരാൻ കഴിയുന്നത് അത് ചെയ്ത് തന്നുകൊണ്ട് കംഫർട്ടാക്കണമെന്ന് പറയുന്ന ഒരു ചിന്തയിലൂടെയാണ് ആ ഒരു എഴുത്ത് ഉണ്ടായത്. ഞാൻ പൊതുവേ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അയൽക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ വയസ്സായവർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കാറുണ്ട്. മുന്നേ വളരെ ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലമാണ്. പക്ഷേ ഇനിയും ഞാൻ പഠിക്കേണ്ടതായ, എന്താ പറയുക, ഇനിയും മനസ്സിലാക്കേണ്ടതായ അവരെ കുറിച്ചിട്ട് ഞാനിങ്ങനെ പേജുകൾ മറിക്കുമ്പോൾ എനിക്ക് പലതും ഉണ്ടെന്ന് ഒരു തോന്നലുണ്ട്. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ഒന്നുകൂടെ വായിക്കും. ഞാൻ ഒന്നും കൂടെ അതാണ് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതൊന്ന് ക്രമീകരിച്ചു കൊടുക്കുക. ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് നല്ല കണ്ടീഷനിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അവർക്ക് എന്തിനാണെന്നുള്ള ചിന്തയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. അവർക്ക് വേണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ അത്രയും ചെയ്തു കൊടുത്ത് അവരുടെ ആ ഒരു പരിസരം ഭംഗിയാക്കിയും വൃത്തിയാക്കിയും വെച്ച്, പിന്നെ വേണ്ടത് സഹായമാണ്. അവർക്ക് തന്നെ ഓടി നടന്നെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സഹായത്തിന്, ഇപ്പം നമ്മൾ എന്തായാലും വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ മക്കൾ, അപ്പോൾ അവർക്ക് ഒരു സഹായിയെ നിർത്തി കൊടുത്ത് അതിന് വേണ്ട ഒരു പരിസരം തയ്യാറാക്കി കൊടുക്കുക അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ശരിയാണ്. പക്ഷെ നമ്മളെ വീട്ടിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു വേദനയാണ്. തീർച്ചയായും. അവിടെ അമ്മയുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. ഉള്ളിലത്തെ റൂമിൽ അവരുണ്ടാവും. അവർക്ക് പുറത്ത് ഗസ്റ്റിന്റെ അടുത്ത് വരാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അങ്ങനെ മൂലക്ക് ഉണ്ടാവും. അതിപ്പോ കല്യാണ വീട്ടിൽ പോയാൽ പോലും എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ പോയി, അപ്പോ നമ്മള് ബിരിയാണിയും എല്ലാം കഴിച്ച് തിരിച്ചു വന്ന് ഇങ്ങനെ ആരോടോ ഒന്നും മിണ്ടുമ്പോഴാണ് ആ റൂമില് ആ ലേറ്റത്തെ വെറുതെ ഞാനൊന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഉമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മെല്ലനെ എത്തി നോക്കി ഉമ്മയോട് ഞാൻ എന്തുണ്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഈ അലക്കത്ത് ഇതെല്ലാം ഇട്ടിട്ടുള്ള ഒരു ഉമ്മയാണ്, ഒരു സുന്ദരി ഉമ്മ. ഞാൻ ഉമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവരെൻ്റെ കൈ കയറി പിടിച്ച് കടിക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ച് തെറി വാക്കുകളും നല്ല കട്ടി. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് കൈ അങ്ങോട്ട് പിടിച്ച് ധരിച്ചാൽ അവര് പരിസരബോധം ഇല്ല, അവരില്ല, ഓർമ്മ പോയി കിടക്കുകയാണ്. അപ്പൊ അവരെ മരുമകൾ ഓടിപ്പോയിട്ട് ഒരു ബണ്ണ് ബണ്ണും കൊണ്ട് വന്ന് ഉമ്മക്ക് കൊടുക്കാൻ, ഇത് കടിച്ചോ ഉമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കടിച്ച് പറിക്കുന്നുണ്ട്. അപ്പോഴാണ് അവര് ബോധമില്ലാത്ത ഒരാളാണ്, പക്ഷെ അവരൊരു എന്താ പറയാ, ഒരു റൂമിൽ അങ്ങനെ
അടച്ചിട്ടുള്ളത്. അടച്ചു പറഞ്ഞാൽ എന്തോ ഒരു അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു അവര് മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ അവര് ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായും തെറ്റെന്ന് പറയാൻ പറ്റൂല. വീട്ടുകാരെ ആൾക്കാരെ ഉപദ്രവിക്കേണ്ട ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അവരൊന്ന് ആൾക്കാരുടെ ഇടയിൽ ഒന്നവരെ ഒന്നൊരു ചേർലിരുത്തി എല്ലാം ചുറ്റുവട്ടത്തും നല്ല നിറമുള്ള കാഴ്ചകൾ കാണുമ്പം അവരെനിക്ക് തോന്നില്ല ആരും കടിക്കാൻ മെനക്കെടും എന്നുള്ളത്. അതില് അടച്ചു പൂട്ടപ്പെടുമ്പോഴാണ് അതില് വീട്ടുകാർ അനുഭവിക്കുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അത്തരം ആൾക്കാരെ നമുക്ക് വേഗം നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഡിമെൻഷ്യ പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, മാനസികമായിട്ട് മറ്റ് പ്രശ്നങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരെ കെയർ ചെയ്യാൻ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് ഞാൻ അതും പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ വൈദഗ്ധ്യമുള്ള മനുഷ്യരുണ്ട്. ഒരാളെ കെയർ ടേക്കറായിട്ട് അവിടെ നിർത്തുക. അവരിലൂടെ മാത്രമേ അത് ചെയ്യാൻ സാധ്യമാവത്തുള്ളൂ. ഇപ്പം നമ്മൾ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തിരക്കാണ്. കുഞ്ഞുങ്ങളെ നോക്കാനുണ്ട്. അപ്പോൾ മരുമക്കളാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാനുണ്ടാവും, സ്കൂളിൽ വിടാനുണ്ടാവും, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ അമ്മയുടെ മകനായിരിക്കാം. ആ മകനും ജോലിക്ക് പോകേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അവർക്കെല്ലാം ഇതൊരു പ്രയാസമാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരെ പരിചയിച്ച് അവരെ പരിചരിക്കാനുള്ള വൈദഗ്ധ്യമുള്ള മറ്റ് ആൾക്കാരുണ്ട്. അവരെ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ആ രീതിയിൽ മാത്രമേ അവർക്ക് കുറച്ചുകൂടെ കെയർ കൊടുക്കാനും അവരുടെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ മറ്റ് മനുഷ്യർക്ക് സമാധാനപരമായിട്ട് കുടുംബജീവിതം കൊണ്ടുപോകാനും സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ അലോസരങ്ങളുണ്ടാവും. ഈ പറയുന്ന പോലെ മറ്റ് മനുഷ്യർ വരുമ്പോൾ ഇതുപോലെ കടിക്കാനൊക്കെ ചെല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ. ഇപ്പം ഗീതേച്ചിയുടെ അവരങ്ങനെ പെരുമാറുമ്പോൾ ഈ കണ്ടു നിൽക്കുന്ന മനുഷ്യർക്ക് ആകെ ഒരു വെപ്രാളം. അപ്പൊ ഇതൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും നല്ലത്. കാരണം ഇവരെ സംരക്ഷിക്കാൻ കഴിവുള്ള പഠിച്ചിട്ടുള്ള മറ്റ് മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ ജോലിക്ക് നിർത്തി എല്ലാവരുടെയും. അപ്പോൾ അത് നമ്മളത് പറയുമ്പോഴും ചിലപ്പോൾ ചില വീടുകളിലെ സാഹചര്യം അതിന് ഉതകുന്നതായിരിക്കും. സാമ്പത്തികമായിട്ടൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതെ അതെ അതെ, കുറ്റല്ല. പക്ഷെ എങ്കിലും ഒരിക്കലും ഒരു ജന്മം എന്ന് പറയുമ്പോൾ അത് ശ്വാസം പോകുന്നത് വരെ എന്റെ അഭിപ്രായത്തില് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ കണ്ട് അതില് എന്താ പറയാ അങ്ങനെ അതിന് അവരെ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണമെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതാണ്.